ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് സാംസങ്ങിൻ്റെ S22 അൾട്ര എന്ന് പറഞ്ഞൊരു മോഡലാണ്. കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ ചാർജിങ്ങിൻ്റെ ലോഗോ വരിക പോവുക ഇടയ്ക്ക് ഇനി ഓൺ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലോക്ക് തുറക്കുന്ന സമയത്ത് സ്റ്റെക്കായി പോവുക, അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നൊരു സെറ്റാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കോമൺ ആയിട്ട് ഇനി വരുന്നൊരു ഇഷ്യൂ CPU-ൻ്റെ ഇഷ്യൂ ആണ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരുവിധം എല്ലാ ഫോണിനും വരുന്നൊരു ഇഷ്യൂ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്. ഡബിൾ ലെയർ ബോർഡാണ്, ഡബിൾ ഡെക്കർ എന്നൊക്കെ പോയി. അപ്പോൾ നമ്മൾ നോർമലി സാൻഡ്വിച്ച് ബോർഡ്, നമ്മൾ ഐഫോണിനൊക്കെ വരുന്ന പോലെ സാൻഡ്വിച്ച് ബോർഡാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ CPU എന്ന് പറയുന്ന സാധനം ഉള്ളിലല്ല, പുറമെയാണ്. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിക്ക് നമുക്ക് CPU റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെയർ കാര്യങ്ങൾ റീബോൾ ചെയ്യാണ്ട് സെറ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഒരു പേപ്പർ ഉണ്ട്, അതായത് ഇതിൻ്റെ മേളിൽ CPU-ൻ്റെ മേളിൽ വരുന്ന ഷീൽഡ് പോലെ തന്നെ തെർമലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒട്ടിച്ച് വെക്കുന്നൊരു പേപ്പറാണിത്. അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം ഒരു 230 ഹീറ്റിലൊക്കെ ഇട്ടിട്ട് നമുക്ക് മെല്ലെ ഈ സാധനം ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് പുറത്തേക്ക് എടുക്കാം. ചില ആൾക്കാർ ഹീറ്റൊന്നും അടിക്കില്ല, പറിച്ചെടുക്കലാണ്. പക്ഷെ നല്ല വൃത്തിക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീൽഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് മീൻസ് നമുക്ക് CPU പൊക്കാനുള്ള പരുവത്തിൽ ഏതാണോ, അതായത് നമ്മൾ ആദ്യം മറ്റേ ബിറ്റ് മാപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ സ്കീമാറ്റിക്സ് നോക്കിയിട്ട് ഏത് ഭാഗത്ത് കൂടിയാണ് നമുക്ക് CPU റിമൂവ് ചെയ്യുന്ന ബ്ലേഡ് ഇടാൻ പറ്റുക, സ്ക്രാപ്പർ ഇടാൻ പറ്റുക എന്നുള്ള നോക്കിയിട്ട് ആ ഏരിയ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഇതിൻ്റെ മേളിൽ തെർമൽ പേസ്റ്റ് വെച്ചാൽ അത് ചുരണ്ടിയാവൊന്നും കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മേളിൽ ലൈറ്റ് ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ സാധനം കൂളായിട്ടിങ്ങ് പോരും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 250 അല്ലെങ്കിൽ 280 മാക്സിമം 250 ഇട്ടാൽ മതി. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗമ്മ് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 350 ഓർ 380 ഈ ഹീറ്റിൽ നമ്മൾ മെല്ലെ CPU പൊക്കിയെടുക്കുക. 350 380 അതിൽ കൂടുതൽ ഒരിക്കലാവണ്ട. ആദ്യം ബോർഡ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം മെല്ലെ ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് കൂളാക്കിയല്ല ഹീറ്റ് അടിച്ച് നല്ല രീതിയിൽ എന്താ ചെയ്യുക, നമ്മൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഓരോ പൊസിഷനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനിത് ആദ്യം കുറേ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ വീഡിയോ നമുക്ക് ഓവർ ലെങ്ത് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ റാം റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ റാം കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യുക, ബോർഡ് അതേപോലെ തന്നെ നമ്മൾ ബോർഡല്ല റാം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ CPU-ൻ്റെ മേളിൽ റാം ഫിക്സ് ചെയ്യുന്നിടത്ത് ലെഡ് ഉണ്ടാവുമല്ലോ, ആ ലെഡ് നമ്മൾ നല്ല രീതിയിൽ അയൺ വെച്ച് നല്ല ക്ലീൻ ചെയ്യുക. വിക്ക് വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് വെക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അതായത് ജസ്റ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പം IC കുറച്ച് നേരം ഒന്ന് ഓവർ ബോർഡ് ഓൾറെഡി നല്ല ഹീറ്റായിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ IC-ൻ്റെ മുകളിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് ബോർഡ് കുറച്ചൊന്ന് കൂളാവും. എന്നതിന് ശേഷം രണ്ടാമത് വീണ്ടും നമ്മൾ CPU-ൻ്റെ മുകളിലേക്ക് ഹീറ്റ് അടിക്കുക. അതായത് നമ്മളിപ്പോൾ IC മറ്റേ മേൽഭാഗം ഫുള്ള് ക്ലീൻ ചെയ്ത് എന്നതിന് ശേഷം CPU-ൻ്റെ മുകളിൽ നമ്മൾ സെയിം ഒന്നെങ്കിൽ 350 അല്ലെങ്കിൽ 380 ഹീറ്റിൽ നമ്മൾ മെല്ലെ ഹീറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ എടുക്കുക. CPU ഇതുപോലെ റിമൂവ് ചെയ്യാം. ചില ഏരിയ ഞാൻ എടുത്ത സമയത്ത് ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചുവന്ന ബട്ടൺ ഞെക്കാൻ മറന്നു. അതാണ് ചില സാധനം കട്ടായി പോയി. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ വിക്ക് വെച്ചിട്ട് നോർമലി മെല്ലെ ക്ലീൻ ചെയ്യുക. വിക്ക് വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം കൺവേർട്ട് ചെയ്യണം കേട്ടോ. 138 ഇട്ടിട്ട് കൺവേർട്ട് ചെയ്ത് എന്നതിന് ശേഷം വിക്ക് വെച്ചിട്ട് റോസിംഗ് ഫ്ലെക്സ് വെച്ചിട്ട് വലിച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ CPU എന്ന് പറയുന്ന നമ്മൾ ഈ IC സ്റ്റെൻസിൽ കാര്യങ്ങൾ കറക്റ്റ് വാങ്ങിച്ച് വെക്കൽ ഏറ്റവും നിർബന്ധമാണ്. കാരണം വലിയ IC ആയതുകൊണ്ട് കോമൺ സെൻസിൽ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ നമ്മൾ ഇതിൻ്റെ സ്റ്റെൻസിൽ വാങ്ങി അതിൽ തന്നെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ബോൾ ചെറുതും വലുതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് CPU വീണ്ടും ചെത്തി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ CPU ആയതുകൊണ്ട് ബെൻഡ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ പ്രീമിയം മോഡലാണ്. അപ്പോൾ നമ്മൾ അത്രത്തോളം മാക്സിമം ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്താ പറയുക ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ നമ്മളതിൻ്റെ CPU കാര്യങ്ങളൊക്കെ റീബോൾ ചെയ്ത് ഇനി അടുത്ത റാമും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റെൻസിൽ വെക്കുക. PPD കാര്യങ്ങളൊക്കെ മാൻഡിൻ്റെ PPD ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. IC യൂസ് ചെയ്യലുണ്ട്. IC-നെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയ മാൻഡാണ്. 2UL ഞാൻ യൂസ് ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ 2UL ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടൽ തുടങ്ങി. മേ ബി ഇനി കിട്ടിയ സാധനത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്നതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക, ബോർഡിലേക്ക് ആ സാധനം രണ്ടും കവടി ഫിക്സ് ചെയ്യാം. CPU അതേപോലെ തന്നെ റാം കാര്യങ്ങളെല്ലാ സാധനം നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പരിപാടിയല്ല, ഇതിൻ്റെ മുക്കാൽ പരിപാടികൾ കഴിഞ്ഞ്. നമുക്കിതിപ്പോൾ റീബോൾ ചെയ്ത് അതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഇനി നേരെ നമ്മൾ ഫ്രെയിമിലേക്ക് ബോർഡ് എടുത്തിടുക. സാധനം കാര്യങ്ങൾ സ്ട്രിപ്പ് കാര്യങ്ങൾ എല്ലാ സാധനം ക്യാമറ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് തെർമൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇനി സെറ്റ് ഓൺ ചെയ്യുക. ആദ്യം നമ്മൾ ഓൺ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ടാമത് വീണ്ടും ഇങ്ങനെ ട്രൈ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും സാധനം ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെക്ക് ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രീമിയം മോഡൽസ് ആയിക്കോട്ടെ അല്ലാത്ത മോഡൽസ് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ആരായാലും എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുടുങ്ങി നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളി. എന്നാൽ ആവുന്ന സാധനം ഞാൻ എന്തായാലും റെഡിയാക്കി തരും. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.